ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഹവാല ഇടപാട് വെളിപ്പെടുത്തലുമായി കാരവൻ മാഗസിൻ. ആദായ നികുതി വകുപ്പിന്റെ പക്കലുള്ള യെദ്യൂരപ്പയുടെ ഡയറി കാരവൻ മാഗസിൻ പുറത്തുവിട്ടു. 1800 കോടി രൂപയോളം വിവിധ നേതാക്കൾക്ക് കൈമാറിയതായി സ്വന്തം കൈപ്പടയിൽ യെദ്യൂരപ്പ കുറിച്ച ഡയറിയിലെ വിവരങ്ങളും പുറത്ത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കൈപ്പറ്റിയത് 1000 കോടി. അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും 150 കോടി രൂപ വീതം കൈപ്പറ്റിയെന്നും ഡയറിയിൽ കുറിപ്പുകൾ. യെദ്യൂരപ്പയുടെ കൈപ്പടയിൽ ഉള്ള കുറിപ്പുകളാണ് ഇപ്പോൾ കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. രാജ്നാഥ് സിംഗിന് 100 കോടിയും അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി നൽകിയെന്നും ഡയറിയിൽ രേഖകൾ. അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല ദില്ലിയിൽ മാധ്യമങ്ങളെ വിളിച്ച് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ബി.ജെ.പി. എന്തു പറയുന്നു, മോദിക്ക് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകുമോ എന്നുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ ഏറെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. വലിയ ആരോപണം, വലിയ അഴിമതിയുടെ കഥകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന വലിയ ആരോപണം 1800 കോടിയുടെ അഴിമതിയുടെ ഹവാല ഇടപാടിന്റെ രേഖകൾ, അത് യെദ്യൂരപ്പയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പേജുകൾ. മുഖ്യമന്ത്രിയാകാൻ ബി.ജെ.പിയുടെ നേതൃത്വത്തിന് ഹവാല പണം നൽകിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്തൊക്കെയാണ് അതിലെ വിവരങ്ങൾ? ഒപ്പം ഇക്കാര്യത്തിൽ ബി.ജെ.പിയുടെ പ്രതികരണം ഏത് നിലയിൽ? ജോർജറ്റ്, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കാരവൻ മാഗസിൻ പുറത്തുവിട്ടിരിക്കുന്നത്. 2009 കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. യെദ്യൂരപ്പ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് 2000 കോടിയിലേറെ വരുന്ന കള്ളപ്പണം വിതരണം ചെയ്തിരിക്കുന്നു. 1000 കോടി രൂപ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് തന്നെയാണ് കൈമാറിയത്. കൂടാതെ അന്നത്തെ ബി.ജെ.പി. അധ്യക്ഷനായ നിതിൻ ഗഡ്കരിക്കും മുതിർന്ന നേതാവ് അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി രൂപ വെച്ച് നൽകി. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ രാജ്നാഥ് സിംഗിന് 100 കോടി രൂപയും നൽകിയിരിക്കുന്നു. മുതിർന്ന നേതാക്കളായ മുരളി മനോഹർ ജോഷി, എൽ.കെ. അദ്വാനി തുടങ്ങിയവർക്കും 50 കോടി രൂപ വച്ചും യെദ്യൂരപ്പ നൽകിയിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. നേരത്തെ 2009 ഈ വിവരം നൽകിയതിനു ശേഷം സ്വന്തം ഡയറിയിൽ, സ്വന്തം കൈപ്പടയിൽ യെദ്യൂരപ്പ ഇത് എഴുതി ചേർത്തു. പിന്നീട് ആ ഡയറി ഇൻകം ടാക്സ് വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇൻകം ടാക്സ് വിഭാഗത്തിന്റെ കൈവശമുള്ളതാണ് ഈ ഡയറി. ഈ ഡയറിയുടെ ഉള്ളിലെ വിശദാംശങ്ങളാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം, ഇത്രയും വലിയൊരു അഴിമതി പണ ഇടപാട് നടന്നിട്ട് ഇതുവരെ ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. ബി.ജെ.പി. കേന്ദ്ര ബി.ജെ.പിയുടെ പ്രത്യേക നിർബന്ധത്താൽ പിന്നീട് ഈ കേസുകളെല്ലാം തേച്ചു മാറ്റി കളയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ വലിയ പ്രതിപക്ഷ ആരോപണമായി ഉയർന്നിരിക്കുന്നത്. ഈ കാരവൻ മാഗസിന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നതോടെ, ഈ ഡയറി കുറിപ്പുകൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപണവുമായി രംഗത്തെത്തി. ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് ലോക്പാൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കുറ്റക്കാരാണ്. കാരണം അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും ഈ കള്ളപ്പണ വ്യവഹാരം നടന്നതിനെ കുറിച്ച് കൃത്യമായ വിവരമുണ്ട്. എന്നിട്ട് പോലും അന്വേഷണം തേച്ചു മാറ്റി കളയാനും മറച്ചു വെക്കാനുമാണ് ശ്രമിച്ചത്. എന്തിനാണ് ഇത് മറച്ചു വെച്ചത്? കള്ളപ്പണം എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. ലോക്പാൽ വിജയിതമായതിനു ശേഷമുള്ള ആദ്യ ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച്, ഈ ഹവാല ഇടപാടിനെ കുറിച്ച് ലോക്പാൽ അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ജോജൻ, അത് തന്നെയാണ്. 10 വർഷം മുമ്പ് നടന്ന പണമിടപാടിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. എങ്കിൽ പോലും മോദിയെയും കേന്ദ്ര സർക്കാരിനെയും കൂട്ടിൽ തന്നെ നിർത്തുന്നതാണ്. കാരണം ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന മോദി, അമിത്ഷാ അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യങ്ങൾ അറിയാം എന്നിരിക്കെ തുടർ അന്വേഷണങ്ങൾ നടക്കുന്നില്ല, അന്വേഷണത്തെ സ്വാധീനിക്കുന്നു. ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പിനെ ഒരുപക്ഷെ ബന്ദിയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമിത്ഷായെ, അതിനപ്പുറത്തേക്ക് മോദിയെ, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ, ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ എത്രത്തോളം ഇക്കാര്യങ്ങൾ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്? ജോർജറ്റ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ തന്നെ മുഴുവൻ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ പോലും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള വൻ തുകയാണ് ഈ ഹവാല ഇടപാടിലൂടെ കൈമാറിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഒന്നടങ്കം ഈ ആരോപണത്തിൽ ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രമുഖ നേതാക്കൾ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഈ സാമ്പത്തിക ഇടപാട് മറച്ചുവെക്കാനായി അധികാരം ദുരുപയോഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നു.
നരേന്ദ്രമോദിയോ അമിത്ഷയോ എന്നതിനപ്പുറത്തേക്ക് BJP നേതാക്കളെ ഒന്നടക്കം അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് 1000 കോടി രൂപ കൈമാറി എന്ന് പറയുമ്പോൾ ആ കേന്ദ്ര സമിതിയിലുള്ള എല്ലാവരും ഇതിൽ ഈ കേസിൽ ഉൾപ്പെടുകയും ചെയ്യും. അത്തരത്തിലുള്ള വലിയൊരു ഹവാല ഇടപാടാണ് മറച്ചുവെക്കാൻ BJPയും BJP സർക്കാരും പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗം എന്ന വലിയൊരു ആരോപണത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. റഫേൽ ഇടപാടിനപ്പുറത്തേക്ക് ഇപ്പോൾ BJP തന്നെ നടത്തിയിരിക്കുന്ന വലിയൊരു അഴിമതി, വലിയ ഹവാല പണം എന്ന് തന്നെ പറയേണ്ടത്. കാരണം 2016 ഈ കള്ളപ്പണ ഇടപാട് പിടിച്ചുവെക്കാൻ എന്ന പേരിൽ, കള്ളപ്പണ നിർത്താൻ എന്ന പേരിൽ അദ്ദേഹം നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത്. അതേ പാർട്ടി തന്നെയാണ്, അതേ പ്രധാനമന്ത്രി തന്നെയാണ് വലിയൊരു കള്ളപ്പണ ഇടപാട് മറച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ തന്നെ പാർട്ടി നടത്തിയ ഇടപാട് മറച്ചു വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് BJP എന്നൊരു പാർട്ടി കള്ളപ്പണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും വലിയ ഗുരുതരമായ ആരോപണമാണ്. ഇതേ നൽകിയ 1000 കോടിയും പിന്നെ ഓരോ നേതാക്കൾക്കായി നൽകിയ തുകയും എന്തു ചെയ്തു എന്നതും എങ്ങനെ സമാഹരിച്ചു എന്നതും ഇനിയും പറയേണ്ടി വരും. കാരണം ഒരു ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനമായിരുന്നു അന്ന് BJP ഭരിക്കുന്ന രീതിയിൽ കർണാടക എന്നത്. എന്നാൽ പിന്നീട് ഇപ്പോഴാകട്ടെ വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്. അപ്പോൾ ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് എത്രയോ തുക ഇത്തരത്തിൽ ശേഖരിച്ചിരിക്കാം, സംഭരിച്ചിരിക്കാം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ മറുപടി പറയേണ്ടി വരും രാജ്യം ഭരിക്കുന്ന പാർട്ടി. ഇക്കാര്യത്തിലൊക്കെ എന്ത് തെളിവുകളാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്? കാരവൻ മാഗസിൻ പുറത്തുവിട്ട തെളിവുകളുടെ വിശദാംശങ്ങൾ എന്താണ്? ഒരുപക്ഷെ പണം നൽകി ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കുന്ന ഒരു രീതി, മുഖ്യമന്ത്രിയാകാൻ പണം നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മേം ചൌക്കിദാർ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വാചകങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പലപ്പോഴും പല വാഗ്ദാനങ്ങളും നൽകുന്ന മോദി ഇത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അതിന് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ഒരിക്കൽ കൂടി ശരിവെക്കുന്ന നിലയിലേക്ക് മോദിയെ, അല്ലെങ്കിൽ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എത്രത്തോളം ജനങ്ങളെ അവിശ്വാസത്തിലേക്ക്, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നയങ്ങളും സമീപനങ്ങളുമായി നീങ്ങുന്നു എന്നതിന്റെ സൂചന. കോൺഗ്രസ് എന്തൊക്കെ തെളിവുകളാണ് ഇവർക്കെതിരെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്? പ്രഥമ ദൃഷ്ട്യാ സാധൂകരിക്കാൻ ഏത് തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്? ജോർജറ്റ്, കാരവൻ മാഗസിൻ പുറത്തുവിട്ട ഡയറി കുറിപ്പുകൾ തന്നെയാണ് ഇന്നും വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ സന്തോഷ് ദയവായി തുടരുക. ഇപ്പോൾ മാധ്യമ നിരീക്ഷകൻ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, BJPക്ക് വലിയ ആരോപണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ കൂടി 1800 കോടിയുടെ ഹവാല ഇടപാടുകൾ നടന്നു എന്നുള്ള വിവരങ്ങളാണ് ദി കാരവൻ മാഗസിൻ പുറത്തുവിട്ട വിവരങ്ങൾ. കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ലോക്പാൽ അടക്കമുള്ള അന്വേഷണമാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം 1000 കോടി BJPയുടെ കേന്ദ്ര നേതൃത്വം കൈപ്പറ്റി. മന്ത്രിമാർ 150 കോടി 100 കോടി വീതം. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും നിലവിൽ മന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ പണം വാങ്ങിയെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇക്കാര്യം അന്വേഷിക്കാൻ, കാര്യങ്ങൾ അറിഞ്ഞിട്ടും അന്വേഷണം തടയുന്ന രീതിയിൽ മോദിയും അമിത്ഷായും ഇടപെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഇക്കാര്യങ്ങളെ ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ കഴിയുക? ഇത് എന്തൊക്കെയാണെങ്കിലും BJP ഇതിനെതിരെ ശക്തമായിട്ട് ഇത് തെറ്റാണ്, നുണയാണ്, പച്ചക്കള്ളമാണ്, രേഖകൾ കളവാണ്, കട്ടെടുത്ത രേഖകളാണ് എന്നിവരെ പ്രചരിപ്പിക്കാൻ BJP തയ്യാറാവും. നേരത്തെ ഹിന്ദു കൊണ്ടുവന്ന റാം കൊണ്ടുവന്ന രേഖകൾ, റഫാൽ ഇടപാട് സംബന്ധിച്ച് അതിസൂക്ഷ്മമായ പ്രധാനമന്ത്രിയെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന രേഖകൾ കൊണ്ടുവന്നപ്പോൾ കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി പറഞ്ഞത്, പത്രത്തിൽ വന്നു, അത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി പറഞ്ഞത്, കോടതിയിൽ ഗവൺമെന്റ് വാദിച്ചത് ഇത് കട്ടെടുത്ത രേഖകളാണെന്നാണ്. കട്ടെടുത്ത രേഖകൾക്ക് നിയമസാധുതയില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് കേന്ദ്ര സർക്കാരും BJPയുടെ അഭിഭാഷകനും സർക്കാരിന്റെ അഭിഭാഷകൻ അവിടെ കാണിച്ചത് എന്ന് ഓർക്കണം. അതേപോലെ ഇതും ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്ന്, കർണാടക എന്ന സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രിയായിരുന്ന യെദിയൂരപ്പ 1800 കോടി രൂപയാണ് അവിടെ നിന്ന് വെട്ടിച്ചെടുത്ത് കള്ളപ്പണമാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തതെങ്കിൽ മറ്റ് BJP മുഖ്യമന്ത്രിമാരുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജേക്കബ് ജോർജ് ദയവായി തുടരുക. ഇപ്പോൾ LDF കൺവീനർ A വിജയരാഘവൻ കൂടി നമ്മളൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ A വിജയരാഘവൻ, ഹവാല ഇടപാടുകളുടെ വലിയ അഴിമതി കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത്.
ഒരുപക്ഷെ കാര്യങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. 1800 കോടിയുടെ അഴിമതി. യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകാൻ 2009 BJP നേതാക്കൾക്ക് പണം നൽകിയതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കാരവൻ മാഗസിൻ പുറത്തുവിട്ടതും അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നതും. ഇക്കാര്യത്തിൽ BJP ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അല്പം മുമ്പ് മാധ്യമ നിരീക്ഷകനായ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചത് റാഫേൽ ഇടപാട് കോടതിയിൽ വന്നപ്പോൾ രേഖകൾ കളവ് പോയി എന്ന് പറഞ്ഞ തരത്തിലുള്ള വാദങ്ങളുമായി BJP രംഗത്ത് വരുമെന്നാണ്. അങ്ങനെ ഒരു രക്ഷപ്പെടലിന് സാധ്യതയുണ്ടോ BJPക്ക്? എന്താണ് കാര്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിയുന്നത്? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് പലതരത്തിലുമുള്ള കള്ളപ്പണത്തിന്റെയും മാഫിയയുടെയും പിൻബലത്തോടു കൂടിയാണ്. അതിന്റെ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് ആ പാർട്ടി കടന്നു പോകുന്നത്. അതിന്റെ ദേശീയ നേതൃത്വമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സംഘപരിവാർ നേതൃത്വമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടും നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ശൂന്യതയിൽ നിന്ന് ചില നേതാക്കന്മാർ BJPയിൽ ഉയർന്നു വരുന്നത് കാണാൻ കഴിയും. ആ നേതാക്കന്മാരുടെ പിന്നിലേക്ക് പോയാൽ വലിയ തോതിലുള്ള പണത്തിന്റെ പിൻബലം ആ നേതൃത്വത്തിന് ഉണ്ട് എന്നും കാണാൻ കഴിയും. പല സംസ്ഥാനങ്ങളിലും BJP മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചത് ആ പിൻബലത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ്. ചില സന്ദർഭങ്ങളിൽ BJPയുടെ നേതൃത്വത്തിലേക്ക് ചില ആളുകൾ പെട്ടെന്ന് കടന്നു വന്നതും ഈ നിലയിലുള്ള സമ്പത്തിന്റെ പിൻബലത്തോടു കൂടിയാണ്. കർണാടകയെ സംബന്ധിച്ചാണെങ്കിൽ റെഡ്ഡി ബ്രദേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ ധന ഇടപാടിന്റെ ഒരു സ്ഥലമാണ് കർണാടക സംസ്ഥാനം. നമ്മുടെ രാജ്യത്ത് നിന്ന് 10,000-കണക്കിന് കോടി രൂപയുടെ, ഒരുപക്ഷെ എനിക്കൊന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇരുമ്പയിലാണ് കർണാടകയിൽ നിന്നും വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ധാതുക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ വിപണനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക സംസ്ഥാനം. സ്വാഭാവികമായിട്ടും BJP അതിന്റെ രാഷ്ട്രീയത്തിന്റെ അടിവേര് ഉറപ്പിച്ചത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. കള്ളപ്പണം വലിയ തോതിൽ പല വഴികളിലൂടെ നമ്മുടെ ബാംഗ്ലൂരിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. BJPയുടെ നേതൃത്വം സ്വാഭാവികമായിട്ടും അത്തരം പണത്തിന്റെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടു വന്നത്. അതിന്റെ ഉയർന്ന രൂപമാണ് യെദ്യൂരപ്പ എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. അതിപ്പോ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും യാഥാർത്ഥ്യത്തിന്റെ പിൻബലമല്ലാതെ അതില് ഇല്ലാത്ത വാർത്തകളായിരിക്കില്ല അത് എന്നുള്ളതും പൊതുവെ കർണാടക രാഷ്ട്രീയം പരിശോധിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. നിർമ്മിച്ച കോൺഗ്രസ് സംസ്കാരത്തിന്റെ അതിനേക്കാൾ മോശപ്പെട്ട മുഖമാണ് BJP നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തില് അധികാരം കിട്ടിയതിനു ശേഷവും അധികാരത്തിന് വേണ്ടിയും പ്രകടിപ്പിച്ചതെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ. ശ്രീ വിജയരാഘവൻ, ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുന്ന ഒരു അഴിമതിയായി മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നതാണോ? അതിനപ്പുറത്തേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പ്രതിധ്വനിക്കുന്നത്? കാരണം മുഖ്യമന്ത്രി പദത്തിന് പണം നൽകിയ ജനാധിപത്യം അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് യെദ്യൂരപ്പ നടത്തിയ നീക്കങ്ങൾ. അതിനപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് കുതിരക്കച്ചവടം. കർണാടകയിൽ കണ്ടതാണ് MLA-മാരെ വിലയ്ക്ക് വാങ്ങാൻ ഇതേ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ പണം വാരിയെറിയുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് BJPയുടെ ഒരു രീതിയായി കാണാൻ കഴിയുമോ? ഈ പണം കൊണ്ടുള്ള ഈ വോട്ട് കച്ചവടം അത് ഈ ആരോപണങ്ങൾക്ക് മേലെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമല്ലേ? അല്ല, ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാല് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലേക്കുള്ള കള്ളപ്പണത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ഉദാഹരണമാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ. RSS സ്വരൂപിച്ചതും കോർപ്പറേറ്റ് പിന്തുണയോടെ കിട്ടിയതുമായിട്ടുള്ള 10,000-കണക്കിന് കോടി രൂപയുടെ വിനിമയമാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഇവിടെ നടന്നു വരുന്നത്. BJP ആദ്യം കേന്ദ്രാധികാരം പിടിക്കുന്നതിന് വേണ്ടി ഈ നിലയിൽ വിനിയോഗിച്ച പണത്തിന്റെ കണക്കുകൾ പിന്നീട് പുറത്തു വന്നിട്ടുള്ളതാണ്. വിവിധങ്ങളായ ഏജൻസികൾക്ക് അവർ നൽകിയിട്ടുള്ള പണം വിവിധ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, വോട്ട് വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി, സാമുദായിക രാഷ്ട്രീയ നേതൃത്വത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി എല്ലാം തന്നെ അവർ ചെലവഴിച്ചിട്ടുള്ള പണത്തിന്റെ കണക്കുകളും രീതികളും ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ്. അതിനുശേഷം കേന്ദ്രാധികാരത്തിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ചെടുക്കുക എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായും വലിയ തോതിലുള്ള പണത്തിന്റെ വിനിമയമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോ അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമായിരുന്നു കർണാടക എന്നുള്ളതാണ്. BJP പൊതുവെ ഇന്ത്യയിലാകെ നടപ്പിലാക്കിയ ഈ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന രൂപം കർണാടകയിലായിരുന്നു. കാരണം രണ്ട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഒന്ന്, ബാംഗ്ലൂർ ആസ്ഥാനമായി രൂപപ്പെട്ടിട്ടുള്ള വലിയൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ബാംഗ്ലൂർ കേന്ദ്രത്തിണ്ടായിരുന്നു. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ, ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കൾ അഴിമതിയിലൂടെ സ്വരൂപിച്ച പണമാകെ വെള്ളപ്പണമാക്കാനും നമ്മുടെ ഹവാല അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻ വിപണനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ആ സമയത്ത് വലിയ തോതിൽ വേഗതയേറിയ സാമ്പത്തിക വളർച്ചയുണ്ടായ
ബാംഗ്ലൂർ നഗരത്തെയായിരുന്നു. ഒരു ഭാഗത്ത് IT മേഖലയുമായി ബന്ധപ്പെടുത്തിയ വളർച്ചയും മറുഭാഗത്ത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തിയും ബാംഗ്ലൂരിലുണ്ടായ വേഗതയേറിയ വളർച്ചയിലേക്ക് ഈ നിലയിലുള്ള കള്ളപ്പണം ഭിന്നിപ്പിക്കാനും അതിൽ നിന്ന് വലിയ ലാഭം കൊയ്തെടുക്കാനും സാധിക്കേണ്ടായി. ആ പണം അതുപോലെ തന്നെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക, MLA-മാരെ വിലയ്ക്ക് വാങ്ങുക, അതുപോലെ തന്നെ നമ്മുടെ താഴെ തട്ട് വരെയുള്ള പഞ്ചായത്ത് വരെയുള്ള ഒരു വിലയ്ക്ക് വാങ്ങൽ പ്രക്രിയയാണ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ കമല എന്ന പരിപാടി ആദ്യമായിട്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ നിലയിൽ വിലയ്ക്ക് വാങ്ങൽ എന്നുള്ളത് മുഖ്യ അജണ്ടയാക്കിയ രാഷ്ട്രീയത്തിന്റെ പരികർമ്മിയാണ് യെദ്യൂരപ്പ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പണം ശൂന്യതയിൽ നിന്ന് വരുന്നതല്ല, തെറ്റായ മാർഗത്തിലൂടെ സ്വരൂപിച്ചെടുക്കുന്നതാണ്. അത് കേവലം റെഡ്ഡി ബ്രദേഴ്സും ധാതുരോളങ്ങളുടെ കള്ളക്കടത്തും മാത്രമായിരുന്നില്ല, ഒരുപാട് വ്യതിരിക്ത മേഖലകൾ അതിനുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് അതിന്റെ വലിയ ഭാഗമായിരുന്നു, ഹവാല വേലൊരു വലിയ ഭാഗമായിരുന്നു. ഈ നിലയിലുള്ള ധാതുക്കളുടെ പിന്നെ വലിയ തോതിലുള്ള ഇരുമ്പയിര്, വേറൊരു ഭാഗത്ത് ഗ്രാനൈറ്റ്, ഇതൊക്കെ വലിയ തോതിൽ ഈ കച്ചവടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പോൾ അതിലൂടെ സമാഹരിച്ച അനേകായിരം കോടികളാണ് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി BJP നേതൃത്വം അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കർണാടകയിലെ പൊതു രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ BJP നേതൃത്വത്തിലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഇത്തരം ആളുകളെ നമുക്ക് കാണാനാവും. അതിന്റെ ഉയർന്ന ആള്, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആള് യെദ്യൂരപ്പയാണ് എന്നുള്ള വ്യത്യാസമാണുള്ളത്. വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ശ്രീ വിജയരാഘവൻ. എന്തായാലും ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ തുടരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, കേൾക്കാമോ? ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും വലിയ ആരോപണമാണ് BJP-ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. BJP രാഷ്ട്രീയത്തിന്റെ അടിവേര് ഉറപ്പിച്ചത് ഇത്തരം ഹവാല ഇടപാടുകൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിന് മുന്നിൽ നിന്നത് യെദ്യൂരപ്പ തന്നെയാണ് എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ LDF കൺവീനർ കൂടിയായ A. വിജയരാഘവൻ പങ്കുവച്ചത്. BJP 1800 കോടിയുടെ ഹവാല ഇടപാടിൽ ആരോപണം നേരിടുന്നു. ലോക്പാൽ അടക്കമുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. അല്പം മുമ്പ് കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല ദില്ലിയിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ച് കാരവൻ മാഗസിൻ പുറത്തുവിട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ BJP-ക്കെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു, അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. വലിയ വാർത്തകൾ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ വാർത്തകൾ. BJP ഇത് ഏത് നിലയിൽ പ്രതിരോധിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. BJP-യുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഇതുവരെ വന്നില്ല. കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അഴിമതിയുണ്ട്, ഹവാല ഇടപാടുകൾ നടന്നു എന്ന കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നതാണ് മോദിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും അമിത്ഷായ്ക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. BJP-ക്കെതിരെ കോൺഗ്രസ് ഹവാല ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ദി കാരവൻ മാഗസിനാണ് BJP-ക്കെതിരെയുള്ള അഴിമതി കഥകൾ പുറത്തുവിട്ടത്. 2009 മുഖ്യമന്ത്രി പദത്തിലെത്താൻ യെദ്യൂരപ്പ BJP കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കും വൻതുക കോഴ നൽകി എന്നാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ട രേഖകൾ സൂചിപ്പിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ കൈവശമുള്ള യെദ്യൂരപ്പയുടെ ഡയറിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. 2009 ജനുവരി 17, 18 തീയതികളിലെ പേജുകളാണ് പ്രധാനമായും പുറത്തു വന്നത്. ഇതിൽ വലിയ കഥകൾ പുറത്തു വരുന്നു. BJP കേന്ദ്ര നേതൃത്വത്തിന് 1000 കോടി നൽകി, രാജ്നാഥ് സിംഗിന് 100 കോടി നൽകി, അരുൺ ജെയ്റ്റ്ലിക്കും നിതിൻ ഗഡ്കരിക്കും 150 കോടി രൂപ വീതം കോഴ നൽകി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. മറ്റ് നിരവധി ആളുകൾക്ക്, അദ്വാനി, മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്ക് 50 കോടി നൽകി, അഭിഭാഷകർ, ജഡ്ജിമാർ അടക്കമുള്ളവർക്ക് വൻതുക കോഴ നൽകി എന്നുള്ള വിവരങ്ങളാണ് ഈ ഡയറിയിലുള്ളത്. യെദ്യൂരപ്പയുടെ കൈപ്പടയിലുള്ള ഡയറിയാണ്. ഓരോ പേജുകളിലും യെദ്യൂരപ്പയുടെ ഒപ്പ് ഇട്ടത് കൂടുതൽ തെളിവുകളാണ്. ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ് എന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, BJP-യുടെ അഴിമതി കഥകൾ പുറത്തു വന്നിരിക്കുന്നു. ലോക്പാൽ അടക്കമുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നു. 1800 കോടിയുടെ ഹവാല ഇടപാടുകൾ നടന്നു എന്നാണ് പറയുന്നത്. യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകാൻ BJP കേന്ദ്ര നേതൃത്വത്തിനും മന്ത്രിമാർക്കും പണം നൽകിയതിന്റെ വിവരങ്ങൾ കാരവൻ മാഗസിൻ പുറത്തുവിടുകയായിരുന്നു. ഈ നീക്കങ്ങളെ എങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും? ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ എങ്ങനെ കാണാം? ഈ കേസ് ഒതുക്കി തീർക്കാൻ മോദി നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ മുഹമ്മദ് റിയാസിലേക്ക് തിരികെ എത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും BJP വലിയ ആരോപണങ്ങൾ നേരിടുകയാണ്. ഇത് BJP ഏത് നിലയിൽ പ്രതിരോധിക്കുമെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ വസ്തുതകൾ തെറ്റാണെങ്കിൽ അത് നിഷേധിക്കാൻ മോദി തയ്യാറാകണമെന്നാണ് വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല ആവശ്യപ്പെട്ടത്. അതിനപ്പുറം
ഈ ആരോപണത്തിന്മേൽ ഈ യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക്പാൽ അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും 1800 കോടിയുടെ അഴിമതി കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ചൌക്കീദാർ ചോർ ഹേ എന്ന കോൺഗ്രസ് മുദ്രാവാക്യം ഒരിക്കൽ കൂടി മുന്നോട്ട് ഉയർത്തിക്കൊണ്ടാണ് ബി.ജെ.പിക്കെതിരെയുള്ള അഴിമതി കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ കാവൽക്കാരനാണെന്ന് പറയുന്ന മോദിയെ ജനങ്ങൾ ഏത് നിലയിൽ വിശ്വസിക്കുമെന്നുള്ള സംശയമാണ് ഇപ്പോൾ ജനങ്ങളിൽ ഉടലെടുക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കുന്ന, പണം കൊടുത്ത് അട്ടിമറിക്കുന്നതിന്റെ ഒരു തെളിവായി തന്നെ കാണേണ്ടി വരുന്നു. പലകുറി ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ, ഹവാല ഇടപാടുകളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചത് തന്നെയാണ്. ഇപ്പോൾ കാരവൻ മാഗസിന്റെ എഡിറ്റർ വിനോദ് ജോസ് തന്നെ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ വിനോദ് ജോസ്, പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഏതായാലും രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മോദിക്കെതിരെയുള്ള ആരോപണങ്ങൾ വരെയായി വരുന്നു. 10 വർഷം മുമ്പ് നടന്ന ഹവാല ഇടപാടുകൾ ആണെങ്കിൽ പോലും അത് ഇപ്പോഴത്തെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തെ, ഒപ്പം കേന്ദ്ര സർക്കാരിനെ വരെ പ്രതിക്കൂട്ടിലാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പുറത്തുവിട്ട വാർത്തയിലെ വിശദ വിവരങ്ങൾ? എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തെത്തിച്ചത്? ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് കടലാസുകൾ ആണ് കാരവാന്റെ കൈവശം എത്തിയിരിക്കുന്നത്. ഈ കടലാസുകൾ പലതും യെദ്യൂരപ്പയുടെ ഡയറിയുടെ ഫോട്ടോ കോപ്പിയാണ്. 2009 കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡയറിയിൽ സ്വന്തം കൈയക്ഷരത്തിൽ കുറിച്ചിട്ട ചില കണക്കുകളാണ് ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആ കണക്ക് പ്രകാരം യെദ്യൂരപ്പയെ 2008 ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആയിട്ടാണ് യെദ്യൂരപ്പ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അതിന് സപ്പോർട്ടിന് വേണ്ടി കോൺഗ്രസിന്റെയും ജനതാദളത്തിന്റെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജയിച്ചിട്ടുള്ള കുറെ MLA-മാരെ അവരുടെ ഒരു പിന്തുണയോട് കൂടിയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അവരിൽ പലരും ക്യാബിനറ്റ് മിനിസ്റ്റർമാരായിട്ടുണ്ട്. അവർക്ക് കൊടുത്തിട്ടുള്ള കുറെ കണക്കുകൾ 20 കോടിയുടെയും 10 കോടിയുടേതായ കുറച്ച് കണക്കുകൾ തുടക്കത്തിലെ പേജിലുണ്ട്. പിന്നീടുള്ള പേജിൽ കാണുന്നത് സ്വന്തം കൈപ്പടയിൽ തന്നെ കുറിച്ചിട്ടുള്ള സെൻട്രൽ ലീഡർഷിപ്പിന് കൊടുത്തിട്ടുള്ള കുറച്ച് കണക്കുകളുടെ വിവരമാണ്. ബി.ജെ.പി സെൻട്രൽ കമ്മിറ്റിക്ക് 1000 കോടി, അരുൺ ജെയ്റ്റ്ലി, അന്ന് കർണാടക സംസ്ഥാനത്തിന്റെ പ്രഭാരിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിക്ക് 150 കോടി, ഗഡ്കരിക്ക് 150 കോടി, LK അദ്വാനിക്ക് 50 കോടി, രാജ്നാഥ് സിംഗിന് 100 കോടി, മുരളി മനോഹർ ജോഷിക്ക് 50 കോടി, ജഡ്ജസിന് 250 കോടി, വക്കീലന്മാർക്ക് 50 കോടി. ഇതിൽ ജഡ്ജസിന്റെയും വക്കീലന്മാരുടെയും പേരുകളൊന്നും എഴുതിയിട്ടില്ല. നിതിൻ ഗഡ്കരിയുടെ മകന്റെ കല്യാണത്തിന് 10 കോടി. ഇങ്ങനെ എഴുതിയിട്ടുള്ള കടലാസുകളാണ് ഡയറിയിൽ. 2009 ഫെബ്രുവരി മാസത്തെ പേജിൽ എഴുതിയിട്ടുള്ള ഡയറിയാണ്. അതിന്റെ ഓരോ പേജിന്റെയും അടിയിൽ യെദ്യൂരപ്പ സ്വന്തം കൈപ്പടയിൽ സ്വന്തം ഒപ്പുമുണ്ട്. ഓരോ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള കണക്കുറിപ്പുകൾക്ക് താഴെ ഒപ്പുമുണ്ട്. ഈ കടലാസുകൾ 2017 ഓഗസ്റ്റ് മുതൽ ഇൻകം ടാക്സിന്റെ കൈവശം ഉണ്ട് എന്നാണ് ഒരു ഈ ഡയറി നോട്ട് കോപ്പി, ഫോട്ടോ കോപ്പിയുടെ ഒപ്പം ചേർത്തിട്ടുള്ള നോട്ടിൽ നിന്ന്, ഇൻകം ടാക്സ് ഓഫീസിലുള്ള നോട്ടിൽ നിന്നും കാണിക്കുന്നത്. ഇത് ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലി, അതായത് ഇതിന് 150 കോടി കൊടുത്തു എന്ന ആരോപണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയുടെ മുൻപിൽ തന്നെ ഈ ഫയല് കൊണ്ടുപോയി എന്നും, അല്ലെങ്കിൽ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസിനെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് തുടക്കത്തിലെ നോട്ടിൽ. പക്ഷെ മുൻപോട്ട് അന്വേഷണം പോയതായിട്ടോ ഈ ഫയൽ നീങ്ങിയതായിട്ടോ കാണുന്നില്ല. അത്തരം കുറിപ്പുകളാണ് കാരവാന്റെ കൈവശമുള്ളത്. ഇത് എങ്ങനെ ഇവരുടെ കയ്യിൽ, ഇൻകം ടാക്സിന്റെ കയ്യിൽ എത്തി എന്നുള്ളതും വളരെ രസകരമായ ഒരു വസ്തുതയാണ്. ഇത് ഡയറിയുടെ ഒറിജിനൽ പേജ് ഇൻകം ടാക്സിന്റെ കയ്യിലില്ല എന്നുള്ളത് ഈ നോട്ടിൽ നിന്ന് വ്യക്തമാണ്. ഈ നോട്ടിൽ അവർ മിനിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുൻപോട്ട് അതാണ് കാരവാന് കിട്ടിയ വിവരം. ഓഫ് ദ റെക്കോർഡായിട്ട് ഇൻകം ടാക്സിലെ ഓഫീസറിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒറിജിനൽ ഡയറി പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷന് വേണ്ടി. പക്ഷേ ഒറിജിനൽ ഡയറി പിന്നീട് കിട്ടിയോ, പ്രൊക്യൂർ ചെയ്തോ, ആരുടെ അടുത്താണ് ഒറിജിനൽ ഡയറി എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ കുറിപ്പുകൾ ഇൻകം ടാക്സിന് കിട്ടിയത് 2017 ഓഗസ്റ്റ് മാസം DK ശിവകുമാർ, കർണാടകയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായ DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണ്. എങ്ങനെ BJP നേതാവായ യെദ്യൂരപ്പയുടെ ഡയറിയുടെ ഫോട്ടോ കോപ്പി
DK ശിവകുമാറിന്റെ കൈവശം എത്തി എന്നുള്ളതിനെ കുറിച്ച് ഇൻകം ടാക്സ് ഡയറിയിൽ പറയുന്നുണ്ട്, അവരുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പ് പ്രകാരം യെഡിയൂരപ്പയെ BJP-യിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് BJP നേതാക്കന്മാരായ അനന്തകുമാറും ഈശ്വരപ്പയും മറുവശം യെഡിയൂരപ്പയും അവരുടെ ഓഫീസ് സ്റ്റാഫുകളും തമ്മിൽ ഒരു വലിയ ഒരു മോഷണ പരമ്പര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതായി പറയുന്നു. ഇത് ആ കാലങ്ങളിൽ കർണാടക പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന വാർത്തയാണ്. ഒപ്പം തന്നെ അത് FIR-ഉം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ചില കേസുകളിലും. ആ ഒരു മോഷണ പരമ്പരയിൽ അനന്തകുമാറിന്റെ മറ്റും കൈവശം വന്നിട്ടുള്ള യെഡിയൂരപ്പയുടെ കടലാസുകൾ രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടി കോൺഗ്രസ് നേതാവായ ശിവകുമാറിന്റെ അടുത്ത് കൊടുത്തു എന്നുള്ളതാണ് ഇൻകം ടാക്സ് നോട്ടിൽ പറയുന്നത്. പക്ഷേ ശിവകുമാറിന് യെഡിയൂരപ്പയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വന്നിട്ടില്ല, ഇത്രയും കാലമായി പുറത്തു വന്നിട്ടില്ല. ആ ഒരു കടലാസാണ് ശിവകുമാറിന്റെ വീട്ടിൽ നിന്നുള്ള റെയ്ഡിൽ നിന്ന് എത്തിയതും എന്നാണ് പറയുന്നത്. കാരവാൻ ഇത് ശിവകുമാറിനോട് ഇങ്ങനെ സ്വന്തം അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിന്ന് ഈ കടലാസുകൾ പിടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം കൺഫേം ചെയ്ത് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ശ്രീ വിനോദ് ജോസ് പീപ്പിൾ ടിവിയുമായി പങ്കുവച്ചത്. എങ്കിൽ പോലും BJP-യുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ യാതൊരു പ്രതികരണങ്ങളും വന്നിട്ടില്ല. അല്പസമയത്തിന് അവർ വാർത്താ സമ്മേളനം നടത്തുകയും ഇക്കാര്യങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്യുമെന്നുള്ള നിഗമനമാണ് ഉള്ളത്. BJP-യുടെ കർണാടകയിലെ നേതാക്കൾ ഇത് വ്യാജ്യമാണ് എന്നുള്ളൊരു പ്രാഥമിക പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ഡൽഹിയിൽ BJP-യുടെ കേന്ദ്ര നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ഇത്ര വലിയ ഹവാല ഇടപാടുകൾ നടക്കുമ്പോൾ അത് ഒരു ഡയറിയിൽ യെദ്യൂരപ്പയെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ എഴുതി വെക്കുമോ? അത് എത്രത്തോളം വിശ്വസനീയമാകും എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. അത് യെഡിയൂരപ്പ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജയമം കോഴ കേസ് മുതൽ നമ്മൾ 90-കളിൽ നിന്നും മുൻപോട്ട് കാണുന്ന കാര്യമാണ്. സഹാറ പേപ്പറിലാണെങ്കിലും ഇത് ഒരു സാധാരണ കണക്കുകളുമായി കൈകാര്യം ചെയ്യുന്നവർ എപ്പോഴും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏത് കൊടുക്കുന്നതിനും എവിടെയെങ്കിലും ചില കുറിപ്പുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കുറിപ്പായിട്ട് വേണം ഒരുപക്ഷെ ഇതിനെ കാണാൻ. പക്ഷേ ഇതിന്റെ അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇത് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരുടെയും പേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ, അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകളായത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. പക്ഷേ നമുക്ക് കാണുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കഴിഞ്ഞ 30 വർഷമായും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വന്തം അണികളെ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും ഇതൊരു രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ പേരിലുള്ള ഒരു സ്റ്റോറിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സ്റ്റോറിയിൽ തന്നെ ഉദാഹരണത്തിന് എന്തുകൊണ്ട് 6 വർഷമായി കോൺഗ്രസ് നേതാവായ ശിവകുമാർ ഡയറിയിൽ മുകളിൽ ഇരുന്നു എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന് തന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് അവർ തന്നെയാണ് ഉന്നയിക്കേണ്ടത്, അവർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. പത്രസ്ഥാപനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചോ അങ്ങനത്തെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതിൽ കവിഞ്ഞ ഇതിന്റെ ഒതന്റിസിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കടലാസ് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ അത് പ്രസിദ്ധീകരിച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം മാത്രമേ ഉള്ളൂ. അപ്പം മെസ്സേജ് എന്താണെന്ന് നോക്കുക, മെസ്സഞ്ചറെ വെടിവെക്കാതിരിക്കുക എന്നുള്ള പത്രപ്രവർത്തനത്തിലെ പഴയ ഒരു ധർമ്മം മാത്രമാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത് ഇവിടെ. എന്തായാലും അത് മാതൃകാപരമായ ഒരു പത്രപ്രവർത്തനം തന്നെയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം ഉണ്ടാകുന്ന കാര്യമാണ്. BJP-യുടെ ആഭ്യന്തര കലകമാണ് ഒരുപക്ഷെ ഇത്തരം ഒരു ഡയറി കുറിപ്പ് കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തിപ്പെടാൻ ഇടയാക്കിയതും DK ശിവകുമാറിന്റെ വസതിയിൽ നിന്ന് അത് ആദായ നികുതി വകുപ്പിന് ലഭ്യമായതുമൊക്കെ. ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ പേരിൽ പക്കൽ എന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? ഇല്ല, ബാക്കി കാര്യങ്ങൾ ഹവാലയാണെന്നോ വേറെ എങ്ങനെയാണ് അത് പൈസ കൈമാറിയതോ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ഇതൊരു ഇൻകം ടാക്സിന്റെ കൈവശമുള്ള കടലാസിനെ വെച്ച് മാത്രം ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. എന്തായാലും വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കാരവൻ മാഗസിന്റെ എഡിറ്റർ വിനോദ് ജോസ് തന്നെയാണ് നമ്മോടൊപ്പം ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം മാതൃകാപരമായ ഒരു പത്രപ്രവർത്തനത്തിന്റെ ധാർമ്മികതയെ പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. എന്തായാലും വലിയ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ദി മാഗസിൻ പുറത്തുവിട്ടിരിക്കുന്നത്, കാരവൻ മാഗസിൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു. ലോക്പാൽ അടക്കമുള്ള അന്വേഷണമാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ BJP-യുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഏതായാലും 1800 കോടിയുടെ ഹവാല ഇടപാടുകൾ നടന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. BJP-യുടെ കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയുടെ ഡയറിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായത്. 1800 കോടി കേന്ദ്ര BJP-ക്ക് നേതാക്കൾക്ക് കൈമാറി എന്നുള്ള വാർത്ത BJP-യെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്.
ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഹവാല ഇടപാട് വെളിപ്പെടുത്തലുകളുമായി കാരവൻ മാഗസിൻ. ആദായ നികുതി വകുപ്പിന്റെ പക്കലുള്ള യെദ്യൂരപ്പയുടെ ഡയറി കാരവൻ മാഗസിൻ പുറത്തുവിട്ടു. 1800 കോടി രൂപയോളം വിവിധ നേതാക്കൾക്ക് കൈമാറിയതായി സ്വന്തം കൈപ്പടയിൽ യെദ്യൂരപ്പ കുറിച്ച ഡയറിയിലെ വിവരങ്ങളും പുറത്ത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കൈപ്പറ്റിയത് 1000 കോടി. അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും 150 കോടി രൂപ വീതം കൈപ്പറ്റിയെന്നും ഡയറിയിൽ യെദ്യൂരപ്പയുടെ കുറിപ്പ്. രാജ്നാഥ് സിംഗിന് യെദ്യൂരപ്പയുടെ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. Frustrated with growing popularity of the Prime Minister Narendra Modi ji and BJP. Congress leaders have realized that their defeat in the 2019 elections is imminent. They have lost the battle before it began. To be frank, all the issues being raised by Congress, including one raised by them today about alleged payment of crores of rupees, has been already inquired and found that documents are fake. IT department officials have already probed the issue to find that the documents and signatures and handwritten notes are forged one. Congress leaders who are apt in carrying out all these atrocious and malicious campaigns planted this story in the media to gain political mileage in the coming elections. Above all, the issues raised by Congress leaders are irrelevant and false. I am discussing with our senior advocates to file a defamation case against the concerned person also. Thank you. Dhanyawad. ಒಂದು ನಿಮಿಷ ನಮ್ಮ ಕುಂದಗೋಳ ಕ್ಷೇತ್ರದ ಶಾಸಕ ಪೌರಾಡಳಿತ ಸಚಿವರಾದಂಥ ಶ್ರೀ CS ಶಿವಳ್ಳಿ ಅವರು ಹೃದಯಾಘಾತದಿಂದ ನಿಧನದ ಸುದ್ದಿ ಕೇಳಿ ಆಘಾತ ಆಗಿದೆ. ಅವರ ಕುಟುಂಬದವರಿಗೆ കോൺഗ്രസിന്റെ ആസൂത്രിത നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് യെദ്യൂരപ്പയുടെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ കേട്ടത്. മോദിയുടെ പോപ്പുലാരിറ്റിയിൽ വിരളി പൂണ്ട കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത് 100% വ്യാജ ഡോക്യുമെന്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ എൻക്വയർ നേരത്തെ അന്വേഷണം നടത്തി ഇത് വ്യാജമെന്ന് കണ്ടെത്തിയതാണ്. കള്ളത്തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആസൂത്രിത നീക്കമാണ് എന്നാണ് യെദ്യൂരപ്പയുടെ ആദ്യ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരം ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചതിനെതിരെ മാനനഷ്ട കേസ് അടക്കമുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും യെദ്യൂരപ്പ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും 2009 യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകാൻ ബി.ജെ.പി. നേതാക്കൾക്ക് വൻതുക ഹവാല ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകളാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. അതിനെ ചുറ്റിയാണ് ഇപ്പോൾ കോൺഗ്രസ് അന്വേഷണവുമായി രംഗത്തെത്തിയത്. ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചപ്പോൾ തന്നെ ബി.ജെ.പി. മറുപടിയുമായി രംഗത്തെത്തുകയായിരുന്നു. ഒരുപക്ഷെ ആരോപണ വിധേയനായ യെദ്യൂരപ്പ തന്നെ ആദ്യ പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇതെല്ലാം വ്യാജ ഡോക്യുമെന്റുകളാണ്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ അന്വേഷിച്ച് ഇതിൽ തീരുമാനമായതാണ്. ആസൂത്രിത നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തോൽവി ഭയന്ന് കോൺഗ്രസ് ആരോപണങ്ങളുമായി രാഷ്ട്രീയ നേട്ടത്തിന് ഇപ്പോൾ മുന്നോട്ട് വന്നത് എന്നാണ് യെദ്യൂരപ്പ പറഞ്ഞത്. എങ്കിൽ പോലും യെദ്യൂരപ്പയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കുതിരക്കച്ചവടത്തിന്റെ ആളായി ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മുഖങ്ങളിൽ ഒരാളാണ് യെദ്യൂരപ്പ എന്നത് ഒഴിവാക്കാനാകാത്ത കാര്യമാണ്. ഇതേ ഘട്ടത്തിൽ കർണാടകയിൽ MLA-മാരെ വിലക്കെടുത്ത് ഭരണം പിടിക്കാൻ നടത്തിയ യെദ്യൂരപ്പയുടെ നീക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചയായതാണ്. യെദ്യൂരപ്പ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ബി.ജെ.പി. നേതാക്കൾക്ക് 1800 കോടിയോളം രൂപ ഹവാല പണം നൽകി എന്നതിന്റെ തെളിവുകളാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. ആദായ നികുതി വകുപ്പിന്റെ കൈവശമുള്ള യെദ്യൂരപ്പയുടെ ഡയറിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭ്യമായത്. യെദ്യൂരപ്പയുടെ സ്വന്തം കൈപ്പടയിൽ സ്വന്തം ഒപ്പിട്ട പേജുകൾ തന്നെയാണ് ഇതിന് സാധൂകരണമായി കാരവൻ മാഗസിൻ മുന്നോട്ട് വെക്കുന്നത്. 1800 കോടി രൂപയോളം വിവിധ നേതാക്കൾക്ക് യെദ്യൂരപ്പ കൈമാറിയതായി സ്വന്തം കൈപ്പടയിൽ കുറിച്ച ഡയറിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. ഇത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനെ വരെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. 1000 കോടി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കൈപ്പറ്റിയെന്നാണ് വിവരങ്ങൾ. അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും 150 കോടി രൂപ വീതവും കൈപ്പറ്റിയെന്ന് യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പ്. രാജ്നാഥ് സിംഗിന് 100 കോടി നൽകി, അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി നൽകിയെന്നും
ഡയറിയിൽ രേഖകൾ. അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല അല്പം മുമ്പ് ദില്ലിയിൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ലോക്പാൽ അടക്കമുള്ള അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ വ്യാജ്യ ആരോപണമാണ് ഉന്നയിക്കുന്നത്. രേഖകൾ വ്യാജ്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ ആസൂത്രിത നീക്കമാണ് എന്നുള്ള പ്രതികരണവുമായി യെദ്യൂരപ്പയും മാധ്യമങ്ങളെ കണ്ടു. മറ്റു വാർത്തകളിലേക്ക്. തമ്മിലടി അവസാനിക്കാതെ BJP സ്ഥാനാർത്ഥി പട്ടിക. പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. പ്രഖ്യാപനം വൈകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. മുരളീധര പക്ഷം കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മണ്ഡലത്തിൽ BJPക്ക് തിരിച്ചടിയാകുമെന്നാണ് മുരളീധര വിഭാഗത്തിന്റെ പരാതി. പ്രധാന നേതാക്കളെ ഒഴിവാക്കി ദുർബലരെ മത്സരിപ്പിക്കുന്നതിലും BJPയിൽ അമർഷമുണ്ട്. പത്തനംതിട്ട സീറ്റ് എന്തിനൊഴിച്ചിട്ടു എന്ന ആശയക്കുഴപ്പവും അണികളുടെ ചോദ്യത്തിനും തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. മാധ്യമങ്ങളെ കണ്ട കുമ്മനത്തിനും MT രമേശിനും ന്യായയുക്തമായ ഒരു മറുപടിയും നൽകാനായില്ല. എന്തായിരുന്നാലും ഏകണ്ഠമായി പേരുകൾ ലിസ്റ്റുകൾ എല്ലാം കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ ഉണ്ട്. അവർ എല്ലാം പരിഗണിച്ചതിന് ശേഷം പേര് പ്രഖ്യാപിക്കും. അല്ല, എല്ലാം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന ആണ് എല്ലാവരും ആഗ്രഹിച്ചത്. പ്രധാന ഘടകം സമർപ്പിച്ചിട്ടുള്ള പേരുകൾ മാറേണ്ടതിനെ കുറിച്ച് ഒന്നും തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേരള ഘടകത്തോട് പറഞ്ഞിട്ടില്ല. സീറ്റ് ഒഴിച്ചിട്ടതിൽ 3 സാധ്യതകളാണ് BJP വൃത്തങ്ങൾ നൽകുന്നത്. ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും പത്തനംതിട്ടയ്ക്കായി ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നതിനാൽ NSS നേതൃത്വത്തിന്റെ മനസ്സറിയേണ്ടതുണ്ട്. അതിനായി വെയിറ്റ് ചെയ്യുന്നു. തൃശൂർ സീറ്റ് നൽകിയത് BD JSനാണ്. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയല്ല മത്സരിക്കുന്നതെങ്കിൽ BJP സീറ്റ് പിടിച്ചെടുക്കും. K സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കാനെത്തും. അതിനാൽ പത്തനംതിട്ട ഒഴിച്ചിടുന്നു. മൂന്നാമത്തെ വിശദീകരണം ഇങ്ങനെ: പ്രമുഖ കോൺഗ്രസ് നേതാവിനെ പൊതുസ്വതന്ത്രനായി പത്തനംതിട്ടയിൽ നിന്നും മത്സരിപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന് ആലോചനയുണ്ട്. കോൺഗ്രസ് നേതാവിന്റെ മറുപടിക്കായി BJP കാത്തിരിക്കുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം അനന്തമായി നീളുന്നതിനെതിരെ V മുരളീധരപക്ഷം ദേശീയ നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി ആരെന്നറിയാമെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃനിര പൂർണ്ണമായും ഇരുട്ടിലാണെന്നതാണ് വസ്തുത. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടെന്നറിയില്ലെന്ന് MT രമേശ്. ഒരുമിച്ച് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പത്തനംതിട്ടയിൽ സംസ്ഥാന നേതൃത്വം ഒരു പേരാണ് നൽകിയത്. കേന്ദ്ര നേതൃത്വത്തിന് എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരുമെന്നും MT രമേശ് പറഞ്ഞു. അല്ല, എല്ലാം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന ആണ് എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വം ഓരോ പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ചും വിശദമായിട്ട് പരിശോധന നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും അനിശ്ചിതത്വം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകം സമർപ്പിച്ചിട്ടുള്ള പേരുകൾ മാറേണ്ടതിനെ കുറിച്ച് ഒന്നും തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേരള ഘടകത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന ഘടകം സമർപ്പിച്ച പട്ടികയിൽ നിന്ന് വലിയ മാറ്റമില്ലാതെ തന്നെ ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് ശ്രീധരൻപിള്ള. പാർട്ടി പാർലമെന്ററി ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ശ്രീധരൻപിള്ള കൊച്ചിയിൽ പറഞ്ഞു. സീനിയർ മിനിസ്റ്റേഴ്സും സീനിയർ നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന പാർലമെന്ററി ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. പാർലമെന്ററി ബോർഡ് ആദ്യം ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ തന്നിരുന്നു. അതനുസരിച്ചിട്ട് അവരും കൂടെ ചേർത്ത് വീണ്ടും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് പോകുന്നതാണ്. ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം അവർ അൾട്ടിമേറ്റായിട്ട് എന്താണെന്നുള്ളത് ഇപ്പം അവർ പ്രഖ്യാപിച്ച കാര്യങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാന്യമായ പടിയിറക്കത്തിന് പോലും അവസരം നൽകാതെയാണ് LK അദ്വാനിക്ക് BJP ഇത്തവണ സീറ്റ് നിഷേധിച്ചത്. അദ്വാനിക്ക് പകരം അമിത്ഷാ ഗാന്ധിനഗർ സീറ്റിൽ നിന്ന് മത്സരിക്കുമ്പോൾ പാർലമെന്ററി രംഗത്തും മോദിക്ക് ശേഷം അമിത്ഷാ തന്നെയെന്ന സൂചന വ്യക്തം. BJP മാർഗനിർദ്ദേശ മണ്ഡലിൽ അംഗമായ മുരളി മനോഹർ ജോഷിക്കും കാൺപൂരിൽ വീണ്ടും അവസരം നൽകാനിടയില്ല. അദ്വാനിക്ക് സീറ്റ് നൽകാതെയുള്ള സ്ഥാനാർത്ഥി പട്ടികയിലൂടെ 2 സന്ദേശങ്ങളാണ് BJP നൽകുന്നത്. മോദിയും അമിത്ഷായും ചേർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് LK അദ്വാനി എന്ന സ്ഥാപക നേതാവിന്റെ നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ചു. പാർലമെന്ററി രംഗത്ത് മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് അമിത്ഷാ തന്നെയെന്ന പ്രഖ്യാപനമാണ് രണ്ടാമത്തേത്. 6 തവണ അദ്വാനി മത്സരിച്ച ഗാന്ധിനഗറിൽ അമിത്ഷാ മത്സരിക്കുന്നതിന്റെ ഉദ്ദേശവും ഇതുതന്നെ. അദ്വാനിയുടെ മകൻ ജയന്തിനെ പരിഗണിച്ച ഗാന്ധിനഗറിൽ തന്നെ അമിത്ഷാ മത്സരിക്കാൻ തീരുമാനിച്ചതും ഇക്കാര്യം അടിവരയിടുന്നു. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് നിന്ന് സ്വയം പിന്മാറുകയാണ് സാധാരണ രീതി. എന്നാൽ അദ്വാനിയാകട്ടെ ഇതേവരെ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയതുമില്ല. എന്നിട്ടും അദ്വാനിയുടെ അഭിപ്രായം പോലും കേൾക്കാൻ തയ്യാറാകാതെ മോദിയും അമിത്ഷായും അദ്വാനിയെ പരിഗണിക്കാതിരുന്നത് 2014 മുതൽ തുടരുന്ന അവഗണനയുടെ ഒടുവിലെ ഉദാഹരണമാണ്. അദ്വാനിക്ക് പാർലമെന്ററി രംഗത്ത് 50 വർഷം തികയ്ക്കാനുള്ള അവസരം നിഷേധിച്ചതിൽ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധത്തിലാണ്. മാർഗനിർദ്ദേശക മണ്ഡലിൽ അംഗമായ മുരളി മനോഹർ ജോഷിയുടെ അവസ്ഥയും വ്യത്യസ്തമാകാനിടയില്ല. മത്സരിക്കാനുള്ള പ്രായപരിധി 75 ആണെന്ന് ചൂണ്ടിക്കാട്ടി മുരളി മനോഹർ ജോഷിക്കും കാൺപൂരിൽ അവസരം നൽകിയേക്കില്ല.
2014 മുതൽ പാർട്ടിയിൽ പിടിമുറുക്കിയ മോദിയും അമിത്ഷായും 2019 ആകുമ്പോഴേക്കും മുതിർന്ന നേതാക്കൾക്ക് വിരമിക്കൽ നോട്ടീസ് നൽകിയെന്നത് BJP രാഷ്ട്രീയത്തിലെ പ്രകടമായ മാറ്റം തന്നെ. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJPയിലേക്ക് പോകുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഉളുപ്പുമില്ലെന്ന് പിണറായി വിജയൻ. കോൺഗ്രസ് എന്നത് നാണം കെട്ട കൂട്ടരായി മാറിയെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. ഒരു പാർട്ടി ഒന്നടങ്കം BJP ആയി നടന്നു. ഇപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കുറെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇപ്പൊ BJP ഗവൺമെന്റാണ്. എങ്ങനെയാണത് വന്നത്? അവിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ തന്നെ അവര് മന്ത്രിമാരടക്കം മാറി BJPയിൽ ചേർന്നു. എന്നിട്ട് കോൺഗ്രസിന്റെ മന്ത്രിസഭ അതേ ഘട്ടത്തിൽ തന്നെ മാറി BJP മന്ത്രിസഭയായി. എന്തൊരു നാണം കെട്ട കൂട്ടരാണെന്ന് നോക്കണം. BJPയെ ഭരിക്കാൻ ഒരു ഉളുപ്പുമില്ലാലോ. ചുരുക്കത്തിൽ ഒന്നേ ഉള്ളൂ, നമ്മളൊരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയച്ചു, പിന്നെ ഉറക്കില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകരുത്. നമുക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റണം. ഈ വോട്ട് ചെയ്ത വോട്ടർക്ക് ഞാൻ അർപ്പിച്ച വിശ്വാസം ഇയാള് നഷ്ടപ്പെടുത്തി കളിയോ എന്ന് ചിന്തിച്ച് വിഷമിക്കാനുള്ളവരുണ്ട്. അത്ര വിശ്വസ്തരായവരെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കേണ്ടതുള്ളൂ. ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും വടകരയിൽ ഇടതുപക്ഷം തോൽപ്പിക്കുമെന്ന് P. ജയരാജൻ. കോലീബി സഖ്യത്തെ തോൽപ്പിച്ച ചരിത്രം വടകരയ്ക്കുണ്ടെന്നും കോൺഗ്രസ് RMPയെ ഉപകരണമാക്കി മാറ്റുകയാണെന്നും ജയരാജൻ പറഞ്ഞു. RMPയുടെ ഒരു ചെറിയൊരു സംഘടനയുണ്ട്. അതിനെ ഉപയോഗിച്ച് BJPയിലേക്കുള്ള പാലം സൃഷ്ടിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത്. ജനങ്ങൾ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വടകര മണ്ഡലത്തിൻ്റെ പഴയ ചരിത്രം കോലീബി സഖ്യത്തെ ദയനീയമായി പരാജയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ വിരുദ്ധ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാലും LDF നല്ല വിജയം നേടും എന്നതാണ് ഇതേവരെയുള്ള പര്യടനത്തിൻ്റെ അനുഭവം. കോൺഗ്രസിൽ ഐക്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. കോഴിക്കോട് ഗ്രൂപ്പ് യോഗം ചേർന്നതായുള്ള ആരോപണം അന്വേഷിക്കും. അങ്ങനെ യോഗം ചേർന്നതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. അതിനെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണം. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ പത്രവാർത്തയാണ് ഞാൻ കണ്ടത്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ വിവരം കിട്ടിയിട്ടില്ല. ഞാൻ നാളെ കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് അതുമാണ്. അത് അന്വേഷിച്ചുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ ഞാൻ സ്വീകരിക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല.